Audio Jungle. Audio Jungle. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കുഴിമന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ, സവാളയോ തക്കാളിയോ ഒന്നും വഴറ്റാതെ വളരെ പെട്ടെന്ന് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു കുഴിമന്തിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് കുഴിമന്തിയിലേക്കുള്ള ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ വലിയ ജീരകം, പിന്നെ 1/4 ടീസ്പൂൺ ഫുഡ് കളർ. ഈ ഫുഡ് കളർ നിർബന്ധമില്ല, ഞാനിപ്പോൾ ചിക്കന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ 3 ഏലക്ക, 4 ഗ്രാമ്പൂ, ഒരു ചെറിയ കഷ്ണം പട്ട, പിന്നെ 2 മാഗി ക്യൂബ്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ചിക്കനിൽ ഈ മസാല നന്നായിട്ട് പിടിക്കണം. അപ്പോൾ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നിങ്ങൾ മന്തിയിലേക്ക് ചിക്കൻ എടുക്കുമ്പോൾ വലിയ പീസ് ചിക്കൻ നോക്കിയിട്ട് എടുക്കുക. ഞാനിവിടെ ചെറിയ പീസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ചിക്കനിൽ ഞാൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. അപ്പോൾ കുഴിമന്തി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 5 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. ബസ്മതി അരിയിൽ തന്നെ 2 തരം ഉണ്ട്, ഗോൾഡൻ സെലയും വൈറ്റ് സെലയും. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വൈറ്റ് സെലയാണ്. അപ്പോൾ ഈ അരി ഞാൻ നന്നായിട്ട് കഴുകി വെള്ളം ഊറ്റിയെടുത്തതാണ്. അരി കുതിർത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് കഴുകി എടുത്താൽ മതി. അപ്പോൾ അരി വേവിച്ചെടുക്കാനായിട്ട് ഞാനിവിടെ വെള്ളം വെച്ചിട്ടുണ്ട്. ഞാൻ അരി വേവിച്ചെടുക്കുന്നത് വിറകടുപ്പിലാണ്. നമുക്കിതിൻ്റെ ലാസ്റ്റ് കണൽ ആവശ്യമുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ വിറകടുപ്പിലാണ് അരി വേവിച്ചെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 ഏലക്ക, 4 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കഴുകി ഊറ്റി വെച്ച ബസ്മതി അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഒരു ഹാഫ് വേവാകുമ്പോഴത്തേന് ഊറ്റിയെടുക്കുക. നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ചിക്കൻ്റെ കൂടെ പിന്നീട് വേവിച്ചെടുക്കും. അപ്പോൾ വേവ് ഏറി പോവാതെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊരു ഹാഫ് വേവായിട്ടുണ്ട്, നമുക്കിത് ഊറ്റിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ പകുതി വേവായിട്ടുള്ള ഈ ചോറ് ഇവിടെ ഊറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മന്തി റെഡിയാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കന് ഈ കുക്കറിൻ്റെ അടിഭാഗത്തായിട്ട് നിരത്തി കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഏത് പാത്രത്തിലാണോ മന്തി റെഡിയാക്കുന്നത് ആ പാത്രത്തിൻ്റെ അടിഭാഗത്തായിട്ട് ഇതുപോലെ ചിക്കന് നിരത്തി വെച്ച് കൊടുക്കുക. ചിക്കൻ വെച്ചെടുക്കുമ്പോൾ ഒന്നിന് മുകളിലായിട്ട് ഒന്ന് വരാതെ ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പ് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കനും ഓയിലും ഒരേ ലെവലിൽ നിൽക്കുന്ന രീതിയിൽ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഹാഫ് കുക്കായ ഈ ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറ് ഫുള്ളായിട്ട് ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ 2 പാത്രത്തിലായിട്ട് ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം ഫുഡ് കളറും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ചോറിന് നല്ലൊരു ഭംഗി കിട്ടാനും നല്ലൊരു കളർ കിട്ടാനൊക്കെ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിത് ചോറിന് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ കളർ ചേർത്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലൊന്ന് വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഈ ചോറിന് മുകളിലായിട്ട് കനൽ വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ കുറച്ച് കനൽ എടുത്തിട്ടുണ്ട്, അത് നമുക്ക് ഈ കുക്കറിലേക്ക് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഈ കനലിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ സാദാ ഫാം ഓയിലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്.
ഓയിൽ ഒഴിച്ച ഉടനെ തന്നെ ഈ കുക്കർ അടച്ച് വെക്കുക. ഈ പുകയൊന്നും പുറത്തേക്ക് പോകരുത്. ഇനി ഈ കുക്കർ ഗ്യാസ് സ്റ്റൗവിൽ വെച്ച് ഹൈ ഫ്ലെയിമിലിട്ട് ഒരു വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുക്കറിലല്ല നിങ്ങൾ പാത്രത്തിലാണ് ഈ മന്തി ഉണ്ടാക്കുന്നതെങ്കിൽ മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10-15 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുത്താൽ മതി. പുകയൊന്നും പുറത്തേക്ക് പോവാതെ ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ആവിയൊക്കെ പോയ ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ കുക്കറിൽ ആവിയൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. ഇനി ഈ കനലിൽ വെച്ച് ഈ പാത്രം നമുക്കിതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഇനി ഈ ചിക്കനും ചോറൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ കുഴിമന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യുക. ആ ഒരു ചൂടിൽ കഴിക്കുമ്പോഴാണ് ഇതിന് നല്ലൊരു ടേസ്റ്റ്. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു മന്തിയുടെ റെസിപ്പിയാണിത്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇന്നത്തെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.